അതായത് കൂടുതൽ റിവിഷൻ ഫോക്കസ്ഡ് ആവണം. അതായത് നിങ്ങൾക്കിനി നിങ്ങൾ പഠിച്ച എല്ലാ കൺസെപ്റ്റ്സും നല്ല ക്ലിയർ ആയിട്ട്, കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് വൃത്തിയിൽ എങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യാവുന്ന രീതിയില് നിങ്ങൾ നിങ്ങളുടെ ബേസ് ഉറപ്പിക്കുക. പരമാവധി നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക. അതിനൊപ്പം എല്ലാത്തിലും PYQs ഇന്റൻസീവ് ആയിട്ട് ചെയ്യുക. എല്ലാ വർഷത്തെയും മുഴുവനായിട്ട് ക്ലിയർ ചെയ്യുക. കാരണം PYQs ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ആ ലെവലിൽ പഠിക്കുമ്പോൾ എളുപ്പമായി എക്സാം എഴുതാൻ റബൂബ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു +2 കഴിഞ്ഞ ഉടനെ ഇപ്പം നമ്മുടെ ക്രാഷ് കോഴ്സുകളിലും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഒക്കെ ഒരുപാട് പേര് ഈ +2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ വിചാരിക്കുന്ന ആളാണ്. അപ്പം ആ ഒരു സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ എന്തായിരുന്നു റബൂബ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കുറെ PYQs എല്ലാം തന്നെ സോൾവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് സ്കൂളിൽ ബയോ ഉണ്ടായിരുന്നു, മാത്സും ഉണ്ടായിരുന്നു. അന്നപ്പം എനിക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഇല്ലായിരുന്നു. കാരണം നാല് സബ്ജക്ട്സും പ്രിപ്പയർ ചെയ്യണം. ഞാൻ JEE ഫോക്കസ്ഡ് ആയിരുന്നു. പക്ഷെ സ്കൂൾ ഉള്ളത് കൊണ്ട് എനിക്ക് ബയോയും അത്യാവശ്യം, അതായത് ഒന്നും ഒരു നീറ്റാണെങ്കിൽ മാത്സിന്റെ ടച്ച് വിട്ടും, അല്ലെങ്കിൽ JEE ആണെങ്കിൽ ബയോളജിന്റെ, അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു. അപ്പം മാക്സിമം PYQs ചെയ്യാവുന്നതായിരുന്നു എന്റെ മെയിൻ